വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. ആർജെ എബ്രു, അതെ ആർജെ എബ്രു. അനി നെയ്യാറ്റിങ്കര. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? അതെ ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. ഓക്കെ. നാട് നെയ്യാറ്റിങ്കര. ഞാൻ മലപ്പുറം ജില്ലയില് നിലമ്പൂരിനടുത്ത് കൊന്നമണ്ണ എന്നൊരു കൊച്ചു ദേശമാണ്. ഓക്കെ. ഈ ഒരു ടാലന്റിന്റെ ബേസിൽ തന്നെ ഫ്രണ്ട്സ് ആയവരാണ്. അതെ. അപ്പം ഇന്നത്തെ ഈ പെർഫോമൻസും നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, കൂൾ. നമ്മളൊരു 4 വർഷം മുമ്പേ ഇത് ആലോചിച്ചായിരുന്നു, പക്ഷെ അന്നൊന്നും പറ്റിയില്ല. ഞങ്ങളിപ്പോ ചെയ്യാൻ പോകുന്നത് സ്പോട്ട് ഡബിംഗ് ആണ്. അപ്പൊ ഒരു കോംബോയാണ്. നന്ദനം എന്ന സിനിമയിലെ ഒരു കവിയൂർ പൊന്നമ്മ ചേച്ചിയും രാജു ചേട്ടനും, അതായത് പൃഥ്വിരാജും തമ്മിലുള്ള ഒരു കോംബോയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ആ ഭാഗ്യം ഈ 4 വർഷം മുന്നേ മുതലേ പ്ലാൻ ചെയ്ത ഭാഗ്യം നമ്മുടെ ഈ വേദിയിലാണ് നടക്കുന്നത്. അതെ. നാദിക 4 വർഷം മുന്നേ അവർ പ്ലാൻ ചെയ്താണ്. അപ്പൊ നമുക്ക് ഇന്ന് അത് ഈ വേദിയിൽ കാണാം. ചേട്ടാ റെഡി? ഗുഡ് ലക്ക്. യെസ്, അപ്പൊ റെഡി. സ്പോട്ട് അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അമ്മമ്മയുടെ മോനെ, ഇനി കുറച്ചു ദിവസം ഇവിടെ നിൽക്കണം. അവധി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചാടി പുറപ്പെടരുത്. അപ്പൊ അമ്മയൊന്നും പറഞ്ഞില്ല? ഞാൻ പോവാ അമേരിക്കക്ക്. എന്തിന്? ഒരു ജോലി, അതിന്റെ കൂടെ പഠിത്തം. അവള് പറഞ്ഞില്ല. മനുവിനെ ഞാൻ അങ്ങ് വിടുക, കുറച്ചു ദിവസം അവിടെ ഉണ്ടാവും, അത്ര തന്നെ. ഫോണിൽ ഇങ്ങനെ പിശുക്കണ ഒരു ജന്തു. വല്ലപ്പോഴും കൂടി ഒന്ന് വിളിക്കാം. ദേ 2 വാക്ക്. ഇതിപ്പോ എന്നാ യാത്ര? എന്തായാലും 2 ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവും. അത് ചിലപ്പോ നീളോന്നീ. പിന്നെ പറ, ഇവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം പഴയതുപോലെ തന്നെ. യേശുദാസിന്റെ പാട്ട്, ഹോമിയോ മെഡിസിൻ, പിന്നെ പറയാൻ ആ കുട്ടി ബാലാമണി. പാവം, അതുള്ളത് കാരണം നേരത്തിന് വല്ലതും കഴിക്കാൻ. പിന്നെ മരുന്നും മന്ത്രവും എല്ലായിടത്തും എൻ്റെ കയ്യെത്തും. എന്താണ് ഈ പൂച്ചപ്പോടെ മന്തയ്ക്ക്? അതങ്ങ് വടിച്ചു കളഞ്ഞൂടെ? അയ്യോ ചതിക്കല്ലേ, അമ്മയുടെ കാല് പിടിച്ച് സമ്മതം വാങ്ങിയതാ. പോണ വരെ വളർത്താനുള്ള സമ്മതമുള്ളൂ. നിനക്ക് ഇഷ്ടാച്ചാ അവിടെ പോയി കൊടുത്തിക്കോ. അമ്മ കാണാൻ പോണില്ലല്ലോ. അമ്മ വേണ്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ അതിനി എത്ര വയസ്സായാലും ഏത് നാട്ടിൽ പോയാലും എന്നെ കൊണ്ട് കഴിയില്ല അമ്മേ. പാവല്ലേ എൻ്റെ അമ്മ. സൂപ്പർ. ഈ 4 വർഷം എന്നുള്ളത് ഇറ്റ് ഷോസ് കേട്ടോ. ഇത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണോ പ്രാക്ടീസ് ചെയ്തതും? അതെ വാട്സാപ്പിലൂടെ വോയിസ് അയച്ചു. ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കുറച്ച് നേരെ കണ്ടുള്ളൂ. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നേരം കൊണ്ട് ഞങ്ങൾ പഠിച്ചതാണ്. ഞാൻ മസ്കറ്റ്, കഷി കുവൈറ്റ്. അപ്പൊ 4 വർഷമായിട്ട് വാട്സാപ്പിൽ നമ്മൾ സംഭാഷണം ചെയ്യും, പിന്നെ വീഡിയോ കോള്. അതെ ഞാനൊന്നുമല്ല നാദിക, ഇടയ്ക്കിടയ്ക്ക് ലീവിന് വരും. ഞാൻ വരുമ്പോഴേക്കും പുള്ളി വരില്ല. ഞങ്ങൾ രണ്ടും ഇങ്ങനെ പോവായിരുന്നു. അതാണ് ഈ 4 വർഷത്തെ നാദിക. മലപ്പുറം ജില്ലയും തിരുവനന്തപുരം ജില്ലയും. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഓൺലൈൻ വഴി ഒരു മിമിക്രി പ്രാക്ടീസ് ചെയ്ത് അത് വേദിയിൽ അവതരിപ്പിക്കുക. സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ പണ്ട് സ്റ്റേജിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവര് ഓൺലൈൻ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അതിനുശേഷം ഇവർ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതും രാജുവിൻ്റെ ഒക്കെ പഴയ ശബ്ദം, രാജുവിൻ്റെ ആ പഴയ ശബ്ദം പിടിക്കുക. പിന്നെ പൊന്നുമ്മ ചേച്ചിയുടെ ആ ടോൺ, സാധാരണ ഒരു ഡ്രാമാറ്റിക് ഫീലൊന്നും വന്നില്ല. സാധാരണ നമ്മൾ മിമിക് ചെയ്യാൻ നേരത്തെ ഒരു ഡ്രാമാറ്റിക് ഫീൽ വരും. വളരെ ലൈഫ് ടച്ച് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു. താങ്ക് യു. ഇപ്പൊ നാദിക പറഞ്ഞപ്പോഴാ പഴയ രാജുചേട്ടന്റെ വോയിസ് എന്ന് പറഞ്ഞ, അപ്പൊ ഇപ്പോഴത്തെ ചെയ്യുവോ? ചെയ്യാലോ. ഇവിടെ വോട്ടും നിരോധിക്കും, നോട്ടും നിരോധിക്കും, ഒരുത്തനും ചോദിക്കില്ല. കാരണം ഇത് ഇന്ത്യയാണ്. താങ്ക് യു. സൂപ്പർ. പൊന്നമ്മ ചേച്ചി തന്നെ വേറെ ഏതെങ്കിലും ഒക്കെ ചെയ്യാറുണ്ടോ? പൊന്നമ്മ ചേച്ചിയുടെ ചെയ്യാം, ഇൻ ഹരിയർ നഗർ അതിലെ. ഓക്കെ. എല്ലാരും പറയുന്നു എന്റെ ആൻഡ്രോസും സേതുവും കൂടി അവന്റെ അപ്പച്ചന്റെ മുഴുവൻ സമ്പാദ്യവും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് സത്യമാണെങ്കിൽ സേതു അത് മോളെ ഏൽപ്പിക്കാതെ ഇവിടെ നിന്ന് മടങ്ങി പോകില്ല. ഇപ്പോൾ അതെനിക്ക് തിരിച്ചു വേണം. സേതുവിൻ്റെ പെങ്ങളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നതിന് മുമ്പ് എനിക്കത് തിരിച്ചു വേണം. ഇത്രയും കാലം ഇതെന്നെ ഏൽപ്പിക്കാത്ത എന്താണെന്ന് എനിക്കറിയാം. ഇത് ഏൽപ്പിക്കുമ്പോൾ പറയേണ്ടി വരുമല്ലോ എൻ്റെ ആൻഡ്രോസിനെ മടങ്ങി വരില്ലെന്ന്. മോളത് പറയണ്ട.
ഒരിക്കലും ആരിൽ നിന്നും എനിക്കത് കേൾക്കണ്ട. ആ, super. താങ്ക് യു. ഇത് പൊന്നമ്മ ചേച്ചിയോട് ഇഷ്ടം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാണ്. എന്തുകൊണ്ടാണ് പൊന്നമ്മ ചേച്ചീനെ? ഞാൻ ആദ്യം നവ്യ നായര് അങ്ങനെ കുറെ സൗണ്ട് അങ്ങ് ഇമിറ്റേറ്റ് ചെയ്ത് okay. കൊടുത്തു. അപ്പൊ നന്ദന സിനിമയാണ്. നന്ദന സിനിമയിൽ കവിർ പൊന്നമ്മയുടെ സൈഡ് ഡയലോഗ് ഉണ്ട്. നവ്യ നായര് പഠിക്കാൻ ശ്രമിച്ചിട്ട് പഠിച്ചത് പൊന്നമ്മ ചേച്ചിയാണ്. കിട്ടി കിട്ടി. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമായി. താങ്ക് യു. രണ്ടുപേരും കൂടെ നന്ദനത്തിലെ ആ ഒരു സീൻ ഉണ്ടല്ലോ, നമുക്ക് ആ സിനിമ കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതി നിങ്ങൾ വളരെ രസാവഹമായിട്ട് സ്പോട്ടപ്പ് ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്. അതിന് ഇപ്പോൾ ഇക്ക പറഞ്ഞതുപോലെ തന്നെ രാജുവിൻ്റെ ശബ്ദം മലബാറിൽ നിന്നും പൊന്നമ്മ ചേച്ചി നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന് രണ്ടറ്റത്തു നിന്നാണ്. പക്ഷേ ഈ പ്രവാസികളുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പോയിട്ടുള്ള ആളുകളൊക്കെ തമ്മിൽ ഇപ്പോൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും ഓൺലൈനാണെങ്കിലും ഒക്കെ കലാകാരന്മാർ തമ്മിലുള്ളൊരു ബന്ധമാണ് ഇവിടെ ഇവരുടെ ഈ ഒരു കോമ്പിനേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വലിയ കാര്യം തന്നെയാണ്, വലിയ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ നാട്ടിൽ എവിടെയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടാവുന്നു, അത് കോമഡിയുടെ ഒരു വലിയ വേദിയിൽ വന്ന് രണ്ടുപേരും കൂടെ പെർഫോം ചെയ്തിട്ട് അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ വേറെ കുറേ ആളുകൾക്ക് മാതൃകയാവാൻ പോവുകയാണ്. കാരണം ഇത്തരത്തിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു തുടക്കമാവട്ടെ. രണ്ടുപേർക്കും ആശംസകൾ. അടിപൊളിയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശ്വേത ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മുമ്പിലാണ് ഇവർ രണ്ടാളും നിൽക്കുന്നത്. അപ്പൊ ഞാൻ അയച്ചു ഇവർ എന്താണ് ഡബ് ചെയ്യാൻ. അപ്പൊ ഞാൻ ഇവിടെ പക്രു ചേട്ടനും തുടങ്ങും. ഞാൻ നോക്കുമ്പോ ഇവര് ബോഡി ഇളകുന്നുണ്ട് പിന്നെന്ത്. അപ്പൊ ദാറ്റ് മീൻസ് ദേ ആർ ഡബിങ്. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ കവിർ പൊന്നമ്മ ചേച്ചി ആൻഡ് രാജു, അതും പഴയ രാജു ആയിട്ടുള്ള. പിന്നെ നമ്മൾ ഡബ് ചെയ്യുമ്പോ നമുക്ക് സിസ്റ്റം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇവര് അതൊന്നുമല്ല. ആസ് ഇഫ് രാജുവും കവിർ പൊന്നമ്മ ചേച്ചി ഡബ് ചെയ്ത പോലെ തന്നെയാണ്. അത്ര ഒത്തന്റിക് ആയിട്ട് സൂപ്പർ. നിങ്ങൾ വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. 4 വർഷത്തിന്റെ ഒരു ഫീൽ. ഇറ്റ്സ് ദ ടാലന്റ്. ടാലന്റിന് എത്ര വർഷങ്ങളായാലും യു ഗൈസ് ഹാവ് മെയിൻറ്റെയിൻഡ് ഇറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും ദൂരത്ത് നിന്ന് വന്ന് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ് തന്നതിന്.